മുഴുവൻ സ്ഥാനാർത്ഥികളും രാജിവെച്ചിട്ടില്ല, സ്റ്റേജിലെ പുറത്താക്കിക്കോട്ടെ. ഞാൻ ജനങ്ങളെ സേവിക്കുക എന്നുള്ള മനസ്സുതിയായിട്ട് നടക്കുന്ന ഒരാളാണ് കുറേ കാലമായിട്ട്. അപ്പോൾ ആ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചു. ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യണം എന്നുള്ള ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുക, 45 വർഷമായിട്ട്. ഇനിയും അത് കൂടുതൽ ഊർജ്ജസ്വലമായി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഒരു സാഹചര്യം കിട്ടിയപ്പോൾ വന്നത്. താങ്കളുടെ പേര് കോൺഗ്രസ് പട്ടികയിൽ പരിഗണിച്ചില്ല. ആവശ്യപ്പെട്ടിരുന്നു. അന്ന് രാത്രി DCC ഓഫീസിൽ അടിയുണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. നടക്കാവ് സീറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. അടി ഉണ്ടായിട്ടില്ല, സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതന്നെ എല്ലാവരും സ്ഥാനാർത്ഥിനെ നിർണ്ണയിച്ച് അത്രയും ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഞാനുണ്ട്, പിന്നെ സുകുമാരുണ്ട്, ധനേഷ് ഉണ്ടായിരുന്നു, പിന്നെ അത്രയേ ഉള്ളൂ, 4 ആൾ. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർ കൂടെ ഉണ്ട്. പ്രവർത്തകരുണ്ട്, എന്തായാലും ഉണ്ട്. പ്രവർത്തകർ വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. ബാങ്ക് അതിൻ്റെ ഡയറക്ടറാണ്. എത്ര വർഷമായിട്ട് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു? 45 വർഷമായിട്ട്. ആ ബന്ധമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ RJDയുടെ മെമ്പർഷിപ്പ് എടുത്തോ അതോ? മെമ്പർഷിപ്പ് എടുത്തു. മറ്റു മെമ്പർഷിപ്പ് രാജിവെച്ചിട്ടില്ല? ഇല്ല. വേണം പുറത്താക്കട്ടെ. അത് പുറത്താക്കിക്കോട്ടെ വെച്ചിട്ടാ. ഞാനായിട്ട് രാജിവെക്കണ്ടെന്ന് വെച്ചിട്ടാ. പാർട്ടി പുറത്താക്കുമ്പോൾ ആവട്ടെ വെച്ചിട്ടാ.